നമസ്കാരം. ഇന്നത്തെ ബജറ്റ് അവതരണത്തിന് ശേഷം കമ്പോളത്തിൽ വന്ന മാറ്റം ചെറുതൊന്നുമല്ല. വലിയൊരു സന്തോഷ വാർത്ത കൂടിയാണ് ഇതിന് പിന്നാലെ എത്തിയത്. കേന്ദ്ര ബജറ്റിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 12.5% നിന്ന് 6% കുറച്ചിരുന്നു. ഇതേ തുടർന്ന് സ്വർണത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 2 ഘട്ടമായി 2200 രൂപയാണ് പവന് കുറഞ്ഞത്. ബജറ്റിന് മുമ്പ് രാവിലെ പവന് 200 രൂപ കുറഞ്ഞിരുന്നു. നികുതി കുറച്ച പ്രഖ്യാപനത്തിന് പിന്നാലെ 2000 രൂപ കൂടി കുറയുകയായിരുന്നു. 2 ഘട്ടമായി ഗ്രാമിന് 275 രൂപയും കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ സ്വർണ്ണാഭരണം വാങ്ങിയവർക്ക് വലിയ തിരിച്ചടിയാണ് ഉച്ചയോടെയുണ്ടായ വിലയിടിവ്. മൊത്തം 18% നികുതിയാണ് ഇന്ത്യയിൽ സ്വർണത്തിനുണ്ടായിരുന്നത്. ഇത് കള്ളക്കടത്ത് കുത്തനെ കൂടാനും വഴിയൊരുക്കിയിരുന്നു. ശരാശരി 800 ടണ്ണാണ് ഇന്ത്യ ഔദ്യോഗികമായി ഓരോ വർഷവും ഇറക്കുമതി ചെയ്യുന്ന സ്വർണം. ഏതാണ്ട് ഇത്രത്തോളം തന്നെ കള്ളക്കടത്തായി വരുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. ചിങ്ങമാസം ഉൾപ്പെടെ വിവാഹ സീസൺ അടുത്തതിനാൽ വില കുത്തനെ ഇടിഞ്ഞ് കേരളത്തിലെ സ്വർണ്ണ വിപണിക്ക് കരുത്താകും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സ്വർണ്ണ വിൽപ്പന നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. പ്രതിദിനം 200 മുതൽ 250 കോടി രൂപയാണ് വിപണിയിലെ വിറ്റുവരവ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.